എത്ര തെരഞ്ഞെടുപ്പുകൾ വരാറുണ്ട്? അതിൽ എത്ര വട്ടം നമ്മൾ വോട്ട് ചെയ്യാറുണ്ട്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആണെന്നല്ലേ പറയുന്നത്. 3 പേരുള്ള കുടുംബത്തിൽ 4 പേർക്ക് വോട്ട്, 4 പേരുള്ള കുടുംബത്തിൽ 6 പേർക്ക് വോട്ട്, ഒരേ വീട്ടു നമ്പറിൽ 2 വീട്ടുകാർ. കേൾക്കുമ്പോൾ തമാശയായി തോന്നാം അല്ലേ? BJP ഭരിക്കുന്ന രാജ്യത്ത് ഇതൊക്കെ നിസ്സാരമാണ്, സർവ്വസാധാരണമാണെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനാണല്ലോ ഇപ്പോഴുള്ള കാര്യങ്ങളുടെ പോക്ക്. പിന്നെ കെ സുധാകരൻ പറഞ്ഞതുപോലെ വോട്ട് തിരിമറിയൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ നടക്കും. അതെ, തലപ്പത്ത് BJP ആണ്. ഇതിലപ്പുറം നടക്കും. തൃശ്ശൂരിൽ നടന്ന കോലാഹലങ്ങൾ അറിയാമല്ലോ. വോട്ട് കൊള്ളയിൽ തൃശ്ശൂരും ചേലക്കരയും ഒപ്പത്തിനൊപ്പമാണോ എന്നാണ് ഇനി അറിയേണ്ടത്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പുതിയ വോട്ടർ പട്ടികയിൽ വൻ അട്ടിമറിയാണ് പുറത്തുവരുന്നത്. കൊണ്ടായി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ വോട്ടേഴ്സ് ലിസ്റ്റിലാണ് ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ഒരേ വീട്ടു നമ്പറിൽ വീട്ടുകാരും നാട്ടുകാരും അറിയാത്ത നിരവധി പേരാണുള്ളത്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ജില്ലയ്ക്കപ്പുറത്തു നിന്നും മരിച്ചവരും വിദേശത്തുള്ളവരും ഒരാൾ പലവട്ടവുമൊക്കെയാണ് എത്തിയത്. ഇതിപ്പോ മുത്തങ്ങാക്കുണ്ട് ഉന്നതിയിൽ സുരേഷ് ബിന്ദു ദമ്പതികളുടെ വീട്ടു നമ്പറിൽ അവരറിയാതെ യദു കൃഷ്ണ എന്ന 23 വയസ്സുള്ള പുതിയ വോട്ടറുടെ പേരാണ് പട്ടികയിൽ വന്നിരിക്കുന്നത്. പഴയ കോളനി വീട്ടിൽ രാധാകൃഷ്ണന്റെ 141ാം നമ്പർ വീട്ടിൽ അവരറിയാതെ ഒരാൾ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. 6 വോട്ടുകളുള്ള വീട്ടു നമ്പറിൽ വീട്ടുകാരറിയാതെ 7ാമനായി ശിവശങ്കരൻ മണലാടി എന്നയാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വസ്തുത എന്തെന്നാൽ പട്ടികയിൽ കയറിക്കൂടിയ ഈ ആളുകളെയൊന്നും വീട്ടുകാർക്ക് അറിയില്ല. വോട്ടർ പട്ടിക അട്ടിമറിക്ക് പിന്നിൽ ആരാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. തൃശ്ശൂരിന് എടുക്കുമെന്ന് കട്ടായം പറഞ്ഞതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചതും ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതിയ കള്ളക്കളികൾ ഇപ്പോൾ പുറത്തു വരുന്നതും. കേരളം പിടിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അതിനു പിന്നിലുള്ള നീക്കമായി ചേലക്കരയിലെ വോട്ടർ പട്ടിക അഴിമതിയെയും അങ്ങനെയാണെങ്കിൽ കാണേണ്ടതില്ലേ? കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ നിരവധി വീട്ടു നമ്പറുകൾ ദുരുപയോഗം ചെയ്താണ് കള്ളവോട്ടിനായി ഇത്തരത്തിൽ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ BJP നടത്തിയ അട്ടിമറികൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിലെ തിരിമറികളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അർത്ഥം BJPയുടെ കള്ളക്കളികൾ ഓരോന്നായി മറനീക്കി പുറത്തു വരുന്നു എന്ന് തന്നെയാണ്.